ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ സ്കൂളിൽ വലിയൊരു പ്രത്യേക ദിവസമാണ്. എന്താ മാഷേ? ഇന്ന് ഉത്സവം നടക്കാൻ പോയി. എന്ത് ഉത്സവ? അതെ, ഓണം മക്കളെ. ഓണാണ് നാളെ. ഓണപ്പരിപാടിന്റെ ഭാഗമായിട്ട് ഇന്ന് തലേന്ന് ഒരു കല്യാണത്തിന്റെ മേള ഉണ്ട് ഇവിടെ. ഏകദേശം നമ്മൾ എത്ര ആൾക്കാർ സദ്യ ഒരുക്കണം? 4000 പേർക്ക് സദ്യ കൊടുക്കുകയാണ്. 4000-ഓളം ആൾക്കാർക്കുള്ള സദ്യയാണ് ഇവിടെ ഒരുക്കുന്നത്. ഇവിടെ എന്താ വെച്ചാൽ കല്യാണ തലേന്നിന്റെ വൈബാ. എല്ലാവരും ഉണ്ട്. ആരൊക്കെയുണ്ട് മാഷ ഇവിടെ? PTA-കാര്, MTA-കാര്, സ്കൂളിലെ ടീച്ചർമാർ. ഇപ്പൊ സമയം എത്രയായി? 6:30 മണിയായി. ഇന്നിപ്പോ രാത്രി 10:30 വരെ ആയാലും ഇവിടെ ഫുൾ സജീവമായിട്ട് PTA-കാരും MTA-കാരും ഒക്കെ ഇവിടെ ഉണ്ടാവും. നമ്മുടെ സ്കൂളിൽ വലിയൊരു പ്രത്യേകത. എല്ലാവരും ഒത്തൊരുമയായിട്ട് എന്തൊരു പരിപാടി വിജയിപ്പിച്ചു തരും. ഏതൊരു പ്രോഗ്രാം ആയാലും അത് കാണിച്ചിട്ട് മാഷ എല്ലാം മൊത്തം ഒന്ന് കാണിച്ചു കൊടുത്താൽ, കട്ടിന്ന് മൊത്തം കാണിച്ചു കൊടുത്താ എല്ലാവരും നോക്കിട്ടെ. MT ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഇവിടുത്തെ നാട്ടുകാരുണ്ട്, ഇവിടുത്തെ പൂർവ്വ അധ്യാപകരുണ്ട്, ഇവിടുത്തെ മറ്റു നോൺ സ്റ്റാഫ്സ് ആയ ആളുകളുണ്ട്. എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മളെ PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ, അതേപോലെ MTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ, നമ്മളത് HM എല്ലാവരും ഒരു മടിയും കൂടാതെ പേരൻസ് ഒക്കെ വന്നിട്ട് സജീവമാണ്. അടുത്ത് പോയി ചോദിച്ചോക്കെ ഓരോന്ന്. വാ, ആരാ പറയാൻ തയ്യാറാവാം? യെസ്, നാളത്തെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചായ കൊടുക്കും, ബ്ലോഗിലേക്ക് കൈ കൊടുക്കും, കൈ കൊടുക്കും, കത്തി ചായ കൊടുക്കും. ഓക്കെ, നമ്മൾ ആദ്യം നമ്മളെ പ്രശ്നം നമ്മളെ പോയി ചോദിക്കാണ്. നാളത്തെ പരിപാടിയെ കുറിച്ച് എന്തും പറയാം. നാളെ ഓണാഘോഷമാണ് പള്ളിക്കല UP സ്കൂളില്. വർഷങ്ങളായിട്ട് ഇവിടെ വിപുലമായ രീതിയിലാണ് പരിപാടികൾ നമ്മൾ സംഭവിക്കുന്നത്. 4000-ലധികം ആളുകളാണ് ഓരോ വർഷവും ഇവിടെ ഓണസദ്യ കഴിക്കാൻ എത്താറുള്ളത്. നാട്ടിലെ വിവിധ ആളുകൾ വരും. പഞ്ചായത്തിലുള്ള ആളുകൾ ഉണ്ടാവും, അതുപോലെ നാട്ടിലെ പൗരപ്രമുഖരുണ്ടാവും, വിദ്യാർത്ഥികൾ ഉണ്ടാവും, രക്ഷിതാക്കൾ ഉണ്ടാവും, PTA MTA രക്ഷിതാക്കള്. ഒരു വലിയ ജനബാഹുല്യാണ്, ഒരു ആഘോഷം തന്നെ. ഓണത്തിന്റെ എല്ലാം നാളെ ഇവിടെ കാണാം. അയ്യോ കണ്ടോ, PTA പ്രസിന് അപ്പുറത്തേക്ക് ഈ ഡ്രസ്സും കോലം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ആള് സജീവമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഫുൾ സജീവമായിട്ടുള്ള മറ്റൊരാളുണ്ട്, നമ്മളെ മഞ്ജു ചേച്ചി. എല്ലാത്തിനും ഓണായിട്ടുള്ള ആള്. ഓണത്തിനെ പറ്റി പറയാനുള്ളത്, നമ്മളെ ഇത് തന്നെ കാണുമ്പോൾ തന്നെ വളരെ നല്ല സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. ഉഷാറാക്കണം. അപ്പൊ എന്താ പരിപാടിയൊക്കെ റെഡിയല്ലേ? എന്താ ആവശ്യമില്ല ഇവിടെ? ഒന്നുമില്ല, ഒക്കെ നല്ല ഒക്കെ സെറ്റല്ലേ? നാളെ ആയാ മതി, സദ്യക്ക് ആയാ മതി. ഇതാ നമ്മളെ ടീച്ചേഴ്സിന്റെ കൂടെ നമ്മളെ കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും സന്തോഷം. ടീച്ചർ പറയൂ. വളരെ സന്തോഷം. എത്രയും നല്ലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയോ? മതിയോ? എക്സ്പീരിയൻസിന്റെ ആൾക്കാർ നോക്കിയാൽ അറിയുന്നത് മനസ്സിലാവും, കൃത്യമായിട്ടായിരുന്നു മനസ്സിലാവും. അത്ര എക്സ്പീരിയൻസ് ആയ ആൾക്കാരാണ്. ഇവിടെ ഫുൾ സജീവമായിട്ട് ഒരുപാട് നേരമായിട്ട് നമ്മോട് കൂടെ ഉള്ളത്. എന്തൊക്കെയാണ് നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്? നാളത്തെ പ്രോഗ്രാം നമുക്ക് അടിച്ചു പൊളിക്കണം. ഓണം മക്കൾ ഓണാക്കണം, ഓണാക്കണം. അയ്യോ അതന്നെ വേണ്ടി. ഓക്കെ അവിടെ നമ്മളെ PTA-യിൽ പെട്ട മാഷന്മാരുണ്ട്, ഒരു പണി ചെയ്യാതെ അവിടെ നിൽക്കുന്നു. അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ടോ? വ്ളോഗിൽ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. നമ്മളെ സ്കൂളിൽ ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും അതിന് പല രീതിയിൽ പല വിഭാഗത്തിലൂടെ ആ പരിപാടി വിജയിപ്പിക്കുന്നതിൽ മുഖ്യമായി പങ്കുവയ്ക്കുന്ന ഒരാളാണ് നമ്മൾ അരുൺ സാർ. അരുൺ സാർ പറയൂ, എന്താ പറയണ്ടത്? എന്തും പറയാം. നമ്മളല്ലേ ഓണപരിപാടി അല്ലേ, ഓണപരിപാടി എങ്ങനെ ഗംഭീരാക്കാൻ നമ്മളെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉഷാറാക്കും നമ്മള്. കലവറയാണെങ്കിലും ഇനി നമ്മളെ സ്കൂളിലെ ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം ഒരേപോലെ നമ്മൾ ഉഷാറാക്കുന്നതായിരിക്കും ഉറപ്പ്. ഇന്നത്തെ മാത്രം പരിപാടി ഇനി ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളുണ്ട്, നമ്മളെ നോൺ ഫീഡിങ്ങിന്റെ ഹെഡ്, നമ്മളെ മുത്ത്. നമ്മള് ഒരു ഉത്സവത്തിന്റെ ആരവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പള്ളിക്കൽ UP സ്കൂള് നമ്മൾ വർഷങ്ങളായിട്ട് 4000-ൽ ആളുകൾക്ക് സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ഒക്കെ ഉറക്കം വഹിച്ച് ഇതിന്റെ പണിയിലാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ട് ഇവിടെ. അതേപോലെ സദ്യ ഇലകള് ഒരു 50 വീതമുള്ള ഓരോ കെട്ടുകൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ നാളെ ഇതിന്റെ പിറകിലായിരിക്കും നമ്മളെ പൂക്കളം. ഒരു ബട പൂക്കളം അല്ലെ, ബട പൂക്കളം ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൂക്കളത്തിന്റെ കാര്യങ്ങൾ ഇവിടെ പൂപ്പൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചെടുത്ത് പൂക്കളം കാണിച്ച റെഡിയല്ലേ? എല്ലാം റെഡിയല്ലേ? പൂക്കളൊക്കെ റെഡിയല്ലേ? നാളെ ആകുമ്പോൾ റെഡി ആവൂലേ? പൂക്കളത്തെ കുറിച്ച് പറയാനുള്ളത് എന്താ പറയുന്നത്? നേരത്തെ എല്ലാ ഒരുക്കങ്ങളും ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. 4 മണിന്റെ 3 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഇവിടെ പറയൂ. 2:30 വന്നിട്ടുണ്ട്. പ്രത്യേകം തുടങ്ങിയ ഓരോ വർക്കുകളാണ്. ഇനി അടുത്തത് നമ്മൾ പൂക്കളം വരച്ച് അതിലേക്കുള്ള പരിപാടിയിലേക്ക് തുടങ്ങുകയാണ്. നാളെ നമ്മൾ അടിച്ചു പൊളിക്കും. ഇവര് എന്ന് പറഞ്ഞ SRG കൺവീനർമാർ, LP UP SRG.
അപ്പൊ നമ്മള് പൂക്കളത്തിലേക്ക് പോവാണ് നമ്മള്. പൂക്കളത്തിൽ ഇൻചാർജ് ആരെങ്കിലും പൂക്കളത്തിൽ ചാർജ് എനിക്ക് അരുൺ മാഷും പിന്നെ കുറച്ച് സഹായികളുണ്ട് വേറെ. അപ്പൊ നമ്മൾ മനോഹരമായ പൂക്കളം, ഒറ്റ പൂക്കളുള്ളൂ, മാക്സിമം മനോഹരമാക്കി ചെയ്യാനാണ് അരുൺ മാഷിന്റെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പെടാപ്പൂക്കളം. നമ്മളെ UPSRG കൺവീനർ. അപ്പോൾ മഷിയുടെ നേതൃത്വത്തിൽ ഇപ്പം പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള വരകളൊക്കെ തുടങ്ങാൻ പോവാണ്. അത് എത്രയും പെട്ടെന്ന് വരകളൊക്കെ പൂർത്തിയാക്കി നാളെ രാവിലെ എത്ര മണിക്ക്? നാളെ ഒരു 7 മണി മുതൽ പൂ ഇട്ട് തുടങ്ങും. അപ്പൊ കുട്ടികൾ വരുമ്പോ ഇവിടെ ഫുള്ള് സെറ്റ് ആവും. ഫുള്ള് പറഞ്ഞു. ഓ ഇനി നമ്മൾ അധ്യാപകരുണ്ട്, വേറെ കുറച്ച് ആൾക്കാർ ഇവിടെ, അതിന്റെ ഇടയിൽ വേറെ കുറച്ച് പണിയുണ്ട്. വളരെ രസകരമായ ഒരു പണി കാണിച്ചുതരാം. ഇവരൊക്കെ പണിയെടുത്തിട്ട് അവരെന്താണ് രണ്ടാമത്തെ പണിയിലേക്ക് പോവാണ്. എന്താണ് സുഹേൽ സാറെ പറയാനുള്ളത്? പറയൂ സുഹേൽ സാറ്. അവര് പണിയാണപ്പോ വേറെ പണിയെടുക്കാണ്. ഇത് പണിയാ, കാര്യപണിയാണല്ലോ. അതെ, ആദ്യം അന്നം പിന്നെ പിന്നെ ബെഞ്ച് പിടുത്തു. എന്തൊക്കെ ഭക്ഷണ വിഭവങ്ങൾ പറഞ്ഞു? തലേ ദിവസം കപ്പയുണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ മാളത്തിന്റെ അടിപൊളി ചമ്മന്തി ഉണ്ട്. മുത്തേ നല്ലൊരു ചായ കൂട്ടി അടിച്ച അയ്യോ ജോഹർ സർ റെഡി അല്ലേ? ഏതൊരു ജോലിയുടെയും ഫസ്റ്റ് കിട്ടുന്നത് നമ്മുടെ കാര്യക്ഷമതയാണ്. അത് ഉറപ്പാക്കി നമ്മൾ ജോലി. അപ്പൊ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇത് കഴിഞ്ഞാൽ വലിയ ജോലിക്ക് വരുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇതിനെ വന്നിട്ടില്ല, ഇനി വരുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഓക്കെ, ആ കൊയ്യാസ് പ്രഫുൽ മാഷ് കാണിച്ചേ. കൊയ്യാസ് പ്രഫുൽ മാഷ് നല്ല പൊടിയുള്ള അടിപൊളി. ബാക്കി സെക്കൻഡ് ടീച്ചർ നമ്മുടെ ടീച്ചർ ആണോ? നമ്മളെ മക്കളുണ്ട് ഇവിടെ. ഇവരെ എങ്ങനെ വിടാൻ പറ്റുക? എങ്ങനെയുണ്ട്? പൂള എങ്ങനെയുണ്ട്? പൂള സൂപ്പർ കഴിച്ചോ? അടിപൊളി. അപ്പൊ നമ്മള് അടുത്ത ഒരു വ്ലോഗ് ഭക്ഷണം കഴിച്ചിട്ടാക്കിയാലോ? വേണ്ട, അവിടെ കൂടി അവരെയും കൂടി കാണിച്ചിട്ട് പരിപാടി നോക്കല്ലേ? പുതിയ കണ്ടുപിടുത്തം PR ടീം ഉണ്ട്. PR നമ്മളെ പള്ളിക്കൽ സ്കൂളിന്റെ പുതിയ കണ്ടുപിടുത്തം ട്രൈപോഡ് നമ്മളെ മുനവർമാസ് കണ്ടുപിടിച്ച പുതിയ സാധനം. ആ സാധനം വരാൻ വേണ്ടി പോണുള്ളൂ. നമുക്ക് HM എടുത്ത് പോയില്ല. മനോജ് മാഷി എന്താ പറയാ, ആ HM സ്ഥാനത്തിന് അപ്പുറത്തേക്ക് വേറെ വലിയൊരു ഈ പരിപാടി മൊത്തം ഇൻചാർജ് ആക്കി ഏറ്റെടുക്കുകയാണ്. നമ്മളെ മനോജ് സാർ അളിയൻ കുട്ടനുണ്ട് അവിടെ. ഇന്ന് ഒരു പ്രത്യേക ടാസ്ക് ചെയ്തിട്ട് വന്നത്. എന്താ പരിപാടി? പൂ വാങ്ങാൻ പോയി. ഗുഡ്സ് ഡ്രൈവർ എല്ലാത്തിനും സജീവമാണ്. ഏതൊരു പരിപാടിക്കാണെങ്കിലും എല്ലാത്തിനും ഓക്കെയാണ്. എന്തിനു റെഡിയാണ്? നാളത്തേക്കുള്ള പരിപാടിയല്ലേ പോയി. എന്താണ് ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച്? വളരെ ഉഷാറല്ലേ. നമ്മളെ PTA കമ്മിറ്റിക്കാരെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹം. പിന്നെ അതോടൊപ്പം തന്നെ ടീച്ചേഴ്സും മറ്റുള്ളവരും ഒക്കെ ഇവിടെ വളരെ ഗംഭീരമായിട്ടാണ് പരിപാടികൾ. വേറൊരു സർപ്രൈസ് ഇവിടെ കുട്ടന്റെ തൊക്കിലുണ്ട്. അതെന്താന്ന് വെച്ചാല് ഇപ്പൊ റിവീൽ ചെയ്യണില്ല. നാളെ ഇന്ന് ഇങ്ങനെയാണ്, നാളെ എങ്ങനെ ആവും ആലോചിച്ചാൽ മതി. അടുക്കള മെയിൻ മാളത്താത്ത ടീമൊക്കെ ഉണ്ട്. നമുക്ക് സദ്യക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് ഏകദേശം ഒക്കെ എടുത്ത് അരിഞ്ഞു കഴിഞ്ഞ് ഇത് അവിടെ നമ്മൾ അടുക്കളയിലേക്ക് പോവാണ്. ഇവിടെ തേങ്ങ ചിരവുന്നുണ്ട്. നമുക്ക് പോയേക്കോ. എല്ലാം റെഡി അല്ലേ? പ്ലേറ്റിന് പോയിനി. പ്ലേറ്റിന് പോയി. അയ്യോ മാളത്താ വീഡിയോ കൊണ്ട് വരുന്നുണ്ട്. അങ്ങോട്ട് മാളത്താ പരിപാടി എന്താ അഭിപ്രായം? നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് മോനെ. നമ്മള് സ്വന്തം രണ്ടാമത്തെ ഉമ്മയാണത്. നമ്മളെ സ്വന്തം രണ്ടാമത്തെ ഉമ്മച്ചിയാണത് മാളത്താ പറഞ്ഞാല്. എന്തിനും ഏതിനും ആർക്കും എന്തിനും ഭക്ഷണത്തിന് ആരും ഇവിടെ വിശന്നിരിക്കരുത്. എല്ലാവർക്കും ഭക്ഷണം മാളത്തിന് മനസ്സിലാക്കണം. അങ്ങനെയാണ്. ഓക്കെ, നമ്മളെ വേണുമാഷും ടീമും എത്തിയോന്നൊരു സംശയമുണ്ട്. നമ്മളെ മാനേജ്മെന്റ് പ്രതിനിധി പഴയ നമ്മളെ പണ്ടാരിയാണ്. വേണുമാഷ് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ MRC എത്തിയിട്ടുണ്ട്. നാളത്തെ വടംവലിയെ കുറിച്ച് എങ്ങനെയാണെന്നുള്ളത് MRCയോട് ചോദിച്ചു നോക്കാം. സാറേ MRC പൂള കയ്യും എങ്ങനെയാണ് നമ്മുടെ നാളത്തെ വടംവലിന്റെ പ്ലാന്? നാളെ നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ആവേശത്തിലൊരു വടംവലി സംഘടിപ്പിക്കുന്നുണ്ട്. വേറെ മത്സരിക്കണ്ടോ? ഇല്ല, വടംവലി മാത്രം. വെള്ളിയാഴ്ച മത്സരങ്ങൾ നടക്കുന്ന നാളത്തെ പരിപാടി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കായിട്ടാണ് പരിപാടി നടത്തുന്നത്. നോക്കട്ടെ, അധ്യാപകർ നടത്തണം ഇൻഷാല്ലാ. അപ്പൊ നാളെ നമ്മള് പൊളിക്കും. നാളെ ഇതല്ലേ പരിപാടി? ഇത് തലേന്നത്തെ ആവേശമാണ്. നാളെ നമ്മൾ മെയിൻ പരിപാടി. നമ്മളെല്ലാത്തിനും ആക്റ്റീവ് ആയിട്ടുള്ള അമ്മ ഇവിടുന്ന് പോവാണ്. നിങ്ങൾ പോവാ വരൂലേ? അപ്പൊ വരും. അത്ര ഉഷാറാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പൊ വരും. എന്താണ് നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത്? പ്രായം തളർത്താത്ത വീര്യം, അതാണ് ഈ ഒരു പ്രായത്തിൽ നമുക്ക് സ്കൂളിന് വേണ്ടിയിട്ട്. സ്പോർട്സുകാരിയാണ്.
ഞാൻ എല്ലാ രാജ്യത്തും പോയ ആളാണ് പൊളി പൊളി പോലെ ചെയ്യുന്നു ആയിവാ. എല്ലാ ഇതിലും എന്നെ ഇതിന്റെ ഏടത്തിന്റെ മോള് അപ്പുറം പഠിച്ചതാണ്. ആ അതെ സന്തോഷം. പോയിട്ട് വരില്ലേ? ആ നാളെ ഫുൾ സജീവാണ്. ഇന്ന് ഇങ്ങനെയാണ് നാളെ ആ പാട്ടിന് വൈവ പൊളി ഷുവർ. പാടണം നമുക്ക്. പാട്ടും പരിപാടിയൊക്കെ നമുക്ക് ഉഷാറാക്കണം. നമ്മൾ പരിചയപ്പെടുത്തേണ്ട വ്യക്തിത്വമാണ്. കാരണം ഏതൊരു പരിപാടിക്കും നമ്മളെ കൂടെ സജീവമായിട്ട് ഉണ്ടാവുന്ന ഒരാളാണ്. പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ. പൊളി പൊളി സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി അങ്ങോട്ട് പോകണ്ടോ? സജീവമായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവും. മറ്റേ വാഴക്ക വെച്ചിട്ട് മൈലാഞ്ചി ഇട്ട് ഞാൻ മാത്രമായിരിക്കും. പൊളി. അതാ നമ്മൾ ടീച്ചർ പറഞ്ഞാൽ. നമ്മുടെ പള്ളിയിലെ സ്കൂൾ അധ്യാപകരാണ്. മാഷോട് ചോദിക്കാം, മാഷി എന്താണ് വിശേഷങ്ങളൊക്കെ? ഇവിടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഓണസദ്യയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4000 പേർക്കാണ് നമ്മൾ ഈ വർഷം ഓണസദ്യ ഒരുക്കുന്നത്. അപ്പം എല്ലാവരെയും, അതായത് നമ്മുടെ ചുറ്റുപാടുള്ള കടക്കാരെയും പഞ്ചായത്ത് ബാങ്ക് എല്ലാവരെയും ഈ മേളയിലായി ഓണസദ്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ. ഇവിടുന്ന് റിട്ടയർഡ് ആയിട്ട് കൂടി നമ്മൾ ആവേശത്തിൽ പങ്കുചേർന്ന മാത്യു മാഷ് നമ്മോടൊപ്പം ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ? വളരെ സന്തോഷമാണ്. വീണ്ടും നമ്മുടെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി വർഷങ്ങളായിട്ട് നമ്മൾ നടത്തി വരുന്ന ഓണം ഇപ്പൊ വീണ്ടും അതിവിപുലമായ രീതിയിൽ 4500 പേർക്ക് സദ്യ ഒരുക്കുന്ന ഈ വിദ്യാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉൾപ്പുളകമാണ്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദി. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓക്കെ താങ്ക് യു. ഓക്കെ, ഏതായാലും നമ്മുടെ പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ ഇന്നത്തെ. അപ്പം സുഹൈൽ മാഷെ വിടുത്തുന്ന നമുക്ക് അവസാനിപ്പിക്കാം. സുൽമാഷ് റെഡി അല്ലേ? ആകെ ഒരു ആൺതരി അതിലുള്ളത് വെട്ടുന്നതിൽ ആ ഒരു എക്സ്പീരിയൻസ് കൊടുത്താ. വലിയ കഷ്ടം കൊടുത്താ. എന്താ വെച്ചാല് വലിയ കഷ്ടം ഇല്ല, കാണിച്ച നമ്മള് സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇവിടുത്തെ അധ്യാപകർക്ക് ഒരു പണി മാത്രമല്ല അറിയാം, എല്ലാ പണിക്കും നമ്മളെ പറ്റും. ഇനിയിപ്പോ ഇത് വെട്ടാനാണെങ്കിൽ പറ്റും, വയറിങ്ങിന് പറ്റും, ഏതിനും ഇവിടെ അധ്യാപകർ എന്താണ് സജ്ജാൻ അല്ലേ? അതന്നെയാണല്ലോ ഇതിന്റെ സബ്ന ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? തൽക്കാലം പറയല്ലേ റെക്കോർഡാക്കല്ലേ എന്ന് പറഞ്ഞൊക്കെ റെക്കോർഡായിട്ടുണ്ടെന്ന് അറിയിക്കാം. ഏതായാലും അത് പറയാം, നാളെ. അപ്പൊ ഏതായാലും പരിപാടി വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ പരിപാടി നാളെയാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പൊ ഏതിരുന്നാലും നമ്മളെ ഇതുവരെ നമ്മുടെ വ്ളോഗ് കണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ നാളെ പരിപാടി അടിച്ചു പൊളിക്കണം, തകർക്കണം. സ്റ്റേ ട്യൂൺ. ഓക്കെ.